ഹലോ നമസ്കാരം, കണ്ണാടി ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നല്ല നാടൻ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 4 മിനിറ്റിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നുണ്ടോ. ഏകദേശം 5 കിലോ പുളിയാണ് ഞങ്ങളിന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വാളൻ പുളി അത് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾക്ക് വീടുകളിൽ നല്ല നാടൻ പുളി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല നാടൻ പുളി എടുത്തിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കി ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മൾ ഈ പുളി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അത് ഇതുപോലെ കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് പരമാവധി ഒരു 3 പ്രാവശ്യം പിഴിയുമ്പോഴേക്കും സ്റ്റെപ്പായിട്ട് നമ്മൾ തേങ്ങാപ്പയിലൊക്കെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ആ പുളി നമ്മൾ മാക്സിമം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നാരുകളും കുരും വേർതിരിച്ചിട്ട് നമ്മൾ മാറ്റിയിടുക. എന്നിട്ട് നമ്മളൊരു ഉരുളിയിൽ ഒഴിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും അതിൽ വല്ല വേസ്റ്റോ അതേപോലെ നാരോ നമ്മളുടെ കുരുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളുടെ ഉരുളി ചൂടാക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ പുളി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ആ വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കുക, നമുക്ക് ആവശ്യാനുസരണം മുളക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച മുളകും ഇഞ്ചിയും കൂടിയിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അവിടെ നിന്നും കുറച്ചും കൂടി ഒരു തളയും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക. ആ വേപ്പിൻ്റെ ഇലയും കൂടി ഒന്നും കൂടി തിളച്ച് ഒന്ന് വറ്റി വരാൻ ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കും. ആ വറ്റി വരുന്നത് വരെ നമ്മൾ ശർക്കരയൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. എന്നിട്ട് ആ വറ്റി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കണം കേട്ടോ. ആ ഇളക്കി ആ വറ്റി നമ്മൾ ആ കുറുകി വരുമ്പോൾ നമുക്കറിയാം. ആ കുറുകി വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ശർക്കര നോക്കിയെടുത്തിട്ട് ഈ പുളിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. എന്നുവെച്ചാൽ ശർക്കര നോക്കുമ്പോൾ നല്ല ശർക്കര നോക്കി വാങ്ങിക്കണം. ചില ശർക്കരയിൽ ഈ കരടും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ശർക്കര കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് കുറുക്കി എടുത്ത് നന്നായി വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. ആ തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മുളകും വറ്റൽമുളക് ഇട്ടോ, വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊരു വറവിടുക. ആ വറവിൽ തന്നെ നമ്മളെ ടേസ്റ്റ് ഒളിഞ്ഞെടുക്കുക എന്ന് പറയും. അപ്പോൾ ആ വറവിടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഒരു പൊടിക്കയും കൂടി ഉണ്ട്. നല്ല ഉലുവ എടുത്തിട്ട് നന്നായിട്ട് വറുത്ത്, ഞാനത് ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരുപാട് ലെങ്ത് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കി. നല്ല ഉലുവ വറുത്ത് നമ്മൾ തന്നെ വറുത്തെടുത്ത് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഈ പുളിയിഞ്ചിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് ഒന്നും കൂടി ഒന്ന് വറ്റി അല്ലെങ്കിൽ ഒന്ന് തള വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ഇതിലേക്ക് പുളിയിലേക്ക് എടുത്ത് ആഡ് ചെയ്യാം. ഇതോട് കൂടിയിട്ട് നമ്മളെ പുളിയിഞ്ചി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം.